എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്. വൈക്കത്തമ്പലത്തിൽ പോവുകയാണ് വൈക്കത്തപ്പനെ കാണാനായി. അതും ബോട്ടിലാണ് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം എൻ്റെ നാട്ടിൽ കായലും ബോട്ട് സർവീസും ഒന്നുമില്ല. ഞാനങ്ങ് വടക്കുന്നാണല്ലോ. കായൽ നിറയെ പായലാണ്. കഷ്ടപ്പെട്ട ഒരു പായലിൻ്റെ പൂ പറിച്ചെടുത്തിട്ടുണ്ടേ കാണാം. നല്ല ഭംഗിയാണ്. പിന്നെ നേരെ പോയത് ടിക്കറ്റ് എടുക്കാനാണ്. ഒരു ടിക്കറ്റിന് 6 രൂപയാണ്. ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. വൈക്കത്തമ്പലത്തിൽ പോകാൻ പറ്റുന്നോ, വൈക്കത്തപ്പനെ കാണാൻ പറ്റുന്നോ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ശബരിമല സീസൺ ആയതുകൊണ്ട് അമ്പലം ലേറ്റായിട്ടേ അടക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സമാധാനമായി. ബോട്ട് കയറിയിരുന്ന എനിക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെറിയൊരു പേടിയും ഉണ്ട്. ബോട്ടിലാണല്ലോ, നമ്മൾ വല്ലപ്പോഴും അല്ലല്ലോ ബോട്ടിൽ കയറുക. പിന്നെ ഞങ്ങളങ്ങനെ അവിടെ എത്താറായി. പിന്നെ ഈ ബോട്ടൊക്കെ നിർത്തണ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം നമ്മളിതൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ ബോട്ട് ഇറങ്ങി ഞങ്ങളിത് നേരെ നടക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. കാരണം 1-2 വട്ടം ഇതിൽ പോയിട്ടുണ്ടെങ്കിലും വൈക്കത്തെ അമ്പലത്തിൽ പോയിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ദൂരെ നിന്നേ കാണാം കേട്ടോ അമ്പലത്തിൻ്റെ ആ ഗോപുരവാതിലും കുഞ്ഞു കുഞ്ഞു പടികളൊക്കെ. പിന്നെ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി വരുന്ന ആൾക്കാരെയും കാണാം. പടിഞ്ഞാറേ നട വഴിയാണ് ഞാൻ അമ്പലത്തിലേക്ക് കയറുന്നത്. എൻ്റെ 12 വർഷത്തെ ഒരു ആഗ്രഹമാണ് ഇന്ന് സാധിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും സങ്കടവും എല്ലാം കൂടെ വല്ലാത്തൊരവസ്ഥയിലാണ്. പിന്നെ ആ അമ്പലവും പരിസരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വലിയ അമ്പലമാണ്. പിന്നെ എൻ്റെ നാട്ടിലുള്ളതുപോലെ മണ്ണല്ല, ഇവിടെ മണലാണ്. ഒരുപാട് ദൂരം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. നടന്നിട്ട് എത്തുന്നില്ല ആ ഭഗവാനെ കാണാനായിട്ട്. എൻ്റെ നാട്ടിൽ ഞാൻ മിക്കവാറും പോകുന്നത് ശിവക്ഷേത്രത്തിൽ തന്നെയാണ്. എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പരാതിയും പരിഭവവും ഒക്കെ പറയണത് ആ ശിവഭഗവാന്റെ മുന്നിലാണ്. നമുക്ക് ഭഗവാനെ കാണുന്നതിന് മുന്നേ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണണ്ടേ, നന്ദിദേവനെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെ ഈ ഒരു ചെവിയിൽ പറഞ്ഞിട്ട് നമ്മളിത് ഭഗവാന്റെ മുന്നിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാനെ അറിഞ്ഞിരിക്കും. അമ്പലത്തിൽ കയറിയ സമയത്ത് നട അടച്ചതായിരുന്നു പൂജ കാരണം. പിന്നെ നട തുറന്ന സമയത്ത് ഞാൻ ഭഗവാനെ കാണുന്നത് ധൂപങ്ങൾക്കിടയിലൂടെ ഭഗവാനെ കണ്ടത്. ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. പിന്നെ തൊഴുത് ഇറങ്ങി 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ പോയാലും പിന്നെ ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. പിന്നെ അതേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി 1-2 കടകളിലൊക്കെ കയറിയിട്ടോ. ഈ മുളകൊക്കെ തൂക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എടുത്തു. ഞങ്ങൾ തിരിച്ചു പോകുന്നത് ജങ്കാറിലാണ്. ജങ്കാറിൽ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് ജങ്കാർ കയറാൻ പേടിയാണ്. ഇതെങ്ങാനും മുങ്ങി പോകുമോ, നിറയെ വണ്ടികളാണല്ലോ, വെയിറ്റൊക്കെ ആണല്ലോ. ഇതിൻ്റെ ഞങ്ങൾ ഇറങ്ങാറായി. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഓട്ടോയിലാണ്. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക.